നാമത്രയങ്ങളായി കണ്ട് ഈ നാമത്രയങ്ങളെ കൊണ്ട് വേണം പ്രാണായാമം ചെയ്യുവാൻ. എങ്ങനെയാണെന്ന് പറയാം. ശ്വാസം എടുത്ത ശ്വാസം ഉള്ളിൽ നിർത്തി ഇവിടെ നിന്ന് ചൊല്ലിത്തരുന്ന മന്ത്രം മനസ്സിൽ മാത്രം ചൊല്ലി, മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് ചെയ്യേണ്ടത്. ശ്വാസം എടുക്കുക, ഉള്ളിൽ നിർത്തുക. അച്യുതായ നമഃ. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും എടുക്കുക, ഉള്ളിൽ നിർത്തുക. അനന്തായ നമഃ. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും എടുക്കുക, ഉള്ളിൽ നിർത്തുക. മം ഗോവിന്ദായ നമഃ. ശ്വാസം പുറത്തേക്ക് വിടുക. ഇത്രയുമായാൽ ആഭ്യന്തര ശുദ്ധിയുമായി. ഇനി ജ്ഞാനശുദ്ധിയാണ് ആവശ്യം. ആ ജ്ഞാനശുദ്ധിക്ക് വേണ്ടി ജ്ഞാനസ്വരൂപനായ നാരായണനെ ധ്യാനിക്കുവാൻ പോവുകയാണ്. എല്ലാവരും അത്യന്തം ശ്രദ്ധയോടുകൂടി, അത്യന്തം ശ്രദ്ധാഭക്തിയോടുകൂടി നിൽക്കുക. ശ്രദ്ധിക്കുക. കണ്ണുകളടച്ച് അവനവന്റെ ശരീരം ദിവ്യമായ ദേവപുരിയാണെന്ന് കൽപ്പിക്കുക. അഷ്ടാചക്രനവദ്വാര ദേവാനാം പൂരയോധ്യ തസ്യ ഹിരണ്യകോശഃ സ്വർഗോ ജ്യോതിഷാവൃതഃ. അഥർവവേദത്തിലെ ഈ മന്ത്രം പറയുന്നത് പോലെ ദേവപുരിയായ അയോധ്യയാണ് തന്റെ ഈ ശരീരമെന്നറിയുക. ശരീരത്തിലെ നട്ടെല്ലിനു കീഴെ മൂലാധാരത്തിൽ ഒരു ചൈതന്യത്തെ കൽപ്പിക്കുക. പ്രകാശസ്വരൂപിയായ ആ ചൈതന്യത്തെ ശ്രദ്ധിക്കുമ്പോൾ, ആ ചൈതന്യത്തെ ശ്രദ്ധിക്കുമ്പോൾ അത് ഇളകുന്നതായി കാണുക. ഇളക്കം വന്ന ആ ചൈതന്യം മൂലാധാരത്തിൽ നിന്നും പതിയെ പതിയെ മുകളിലേക്ക് ഉയരുന്നതായി വിഭാവനം ചെയ്യുക. സ്വാധിഷ്ഠാനം നാഭി, ഹൃദയം, കണ്ഠം, ഭ്രൂമധ്യം, ഇത്രയും നാഡീകേന്ദ്രങ്ങളെ കടന്ന് ആ ചൈതന്യം മൂർധാവിലെ സഹസ്രാര പത്മത്തിലെത്തി നിൽക്കുന്നതായി ഭാവനം ചെയ്യുക. സഹസ്രാര പത്മത്തിൽ എത്തി നിൽക്കുന്ന ആ മഹാചൈതന്യത്തിന് കോടി സൂര്യന്മാരുടെ പ്രഭയാണെന്നറിയുക. കോടി സൂര്യന്മാരുടെ പ്രഭയും കോടി ചന്ദ്രന്മാരുടെ ശീതളിമയുമാണ് സഹസ്രാരത്തിലെ ചൈതന്യത്തിന് എന്ന് അനുഭവിക്കുക. കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയ ആ ചൈതന്യം ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടിയ വേദനാരായണനാണെന്ന് കാണുക. ആനന്ദഭാവത്തോടുകൂടി വർത്തിക്കുന്ന ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച ആദിനാരായണന്റെ തൃപ്പാദങ്ങളിൽ നിന്നും അമൃതം, സുധാരസം ആപ്ലാവനം ചെയ്യപ്പെടുന്നതായി
ഭാവനം ചെയ്യുക. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്നും ഉറവയെടുത്ത അമൃതരസം, സുധാരസം തന്റെ ശരീരത്തിലേക്ക് എല്ലായിടത്തും വ്യാപിക്കുന്നതായി ഭാവനം ചെയ്യുക. തന്റെ ശരീരത്തിലെ 72,000 നാഡികളും ഭഗവാന്റെ പാദകമലങ്ങളിൽ നിന്നും ആപ്ലാവനം ചെയ്യപ്പെട്ട സുധാരസത്താൽ പവിത്രമായി എന്നും ഭഗവാന്റെ പരിശുദ്ധി തന്റെ ശരീരത്തിനും തനിക്കും വന്നു ചേർന്നു എന്നും അറിയുക, അനുഭവിക്കുക. നാരായണനോളം തന്നെ പവിത്രനായ